നമസ്കാരം. ഈ കഴിഞ്ഞ ആഴ്ച ഇന്നലെ വരെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർ ആസൂത്രണം ചെയ്ത പല കൊലപാതക കേസുകളിലും വൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പെരിയ ഇരട്ട കൊലക്കേസ് തന്നെയായിരുന്നു. നാം ഇവിടെ പറഞ്ഞു വരുന്നത് നവീൻ ബാബു എന്ന ജില്ലയിലെ രണ്ടാമത് ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ പുറത്തു വന്ന ഏറ്റവും വലിയ രണ്ട് സത്യങ്ങളെ കുറിച്ചാണ്. അതായത് ഈ കേസിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ഒരു അഴിമതിക്കാരനാക്കി, അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണെന്നും അദ്ദേഹം ഈ പറയുന്ന പെട്രോൾ പമ്പ് നടത്തിപ്പുകാരനായിട്ട് ബിനാമിയായ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും കാശ് കൈക്കൂലിയായി വാങ്ങി എന്ന് പറഞ്ഞതിൽ അത് ഒരു കള്ളക്കഥയായിരുന്നു. അദ്ദേഹം അങ്ങനെ കാശ് വാങ്ങിയിട്ടില്ല എന്ന് ഭരണത്തിൽ ഇരിക്കുന്ന CPM-ന്റെ പോലീസും വിജിലൻസും തലയും കുത്തി നിന്നിട്ടും അതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് CPM-ന്റെ അല്ലെങ്കിൽ വിജിലൻസിന്റെ ഏറ്റവും വലിയ പരാജയമായി അവർ പറയുകയാണ്. പക്ഷെ കേരള സമൂഹത്തിന്റെ വിജയമാണ്. ആ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിൽ നവീൻ ബാബു കുറ്റക്കാരനല്ല. അദ്ദേഹം ഈ പറയുന്ന പ്രശാന്തൻ എന്ന വ്യക്തിയിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം അടുത്തതായി പറയുന്നു. പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്ന് പറയുന്ന കത്ത് വ്യാജമാണ് എന്ന് തുടക്കം മുതൽ പറഞ്ഞത് സമർത്ഥിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പരാതി പ്രശാന്തൻ കൊടുത്തതായി അവിടെ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പരിഹാര സെല്ലിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിവരാവകാശം പ്രകാരം അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്ഥിരീകരിക്കേണ്ടി വന്നു. അപ്പൊ നമുക്കിവിടെ ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, പ്രശാന്തനെ ഇനി സംരക്ഷിക്കാൻ ഈ സർക്കാരിനോ പാർട്ടിക്കോ കഴിയില്ല. എന്തുകൊണ്ടെന്നല്ലേ? അഴിമതിക്കാരൻ എന്ന രീതിയിൽ, കൈക്കൂലിക്കാരൻ എന്ന രീതിയിൽ നവീൻ ബാബുവിനെ ഈ കേസിൽ കുടുക്കാനായി ആസൂത്രിതമായി ക്രിയേറ്റഡായി ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കിയതിലെ മുഖ്യ ആസൂത്രകനായിരുന്നു പ്രശാന്തൻ. അത് പൊളിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവിടെ വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു. മുഖ്യമന്ത്രിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ നൽകിയ കത്ത് ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മറ്റൊരു ചോദ്യം കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, ആ കത്ത് പ്രശാന്തിന് വേണ്ടി ആര് തയ്യാറാക്കി? പ്രശാന്തന്റെ ആ കത്തിൽ 2 കള്ള ഒപ്പ് ആരിട്ടു? അതും നമുക്ക് പ്രശാന്തൻ പറയുന്നത് തനിക്ക് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് തനിക്ക് 2 ഒപ്പുണ്ടെന്ന്. ആർക്കെങ്കിലും അതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ ആരാണ് അയാൾക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പരിഹാര സെല്ലിലേക്ക് ആ കത്ത് തയ്യാറാക്കിയത്? അത് നമുക്ക് അറിയേണ്ടതല്ലേ? കേസിന്റെ തുടക്കം മുതൽ നാം പരിശോധിക്കുമ്പോൾ PP ദിവ്യ ആർക്ക് വേണ്ടിയാണ് നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥനെ ആ യാത്രയപ്പ് വേളയിൽ ഇത്രയും അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാകത്തക്ക രീതിയിൽ സംസാരിച്ചത് പ്രശാന്തന് വേണ്ടിയാണ്. പ്രശാന്തൻ ആരുടെ ബിനാമി? PP ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമിയോ? അതേ കണ്ണൂരിലെ CPM-ന്റെ പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെയോ അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിലെയോ നേതാക്കളുടെ ബിനാമിയാണോ പ്രശാന്തൻ? അതുകൊണ്ടാണോ പ്രശാന്തനെ തുടക്കം മുതൽ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ മാത്രം ഒതുക്കി നിർത്തി ഈ കേസിലേക്ക് പ്രശാന്തന്റെ പേര് കൊണ്ടുവരാതിരിക്കാൻ CPM ശ്രമിക്കുന്നത്? ഇത് അടുത്ത നമ്മുടെ മറ്റൊരു ചോദ്യം. ഈ കേസിൽ PP ദിവ്യയെ മാത്രം, അതായത് ആത്മഹത്യയിൽ മാത്രം ഈ കേസ് ഒതുക്കി നിർത്താൻ തുടക്കം മുതൽ ഇപ്പോൾ വരെ CPM-ഉം പോലീസും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമം ഇനി എങ്ങനെയായി തീരും? അതിൽ ഈ പ്രശാന്തനും PP ദിവ്യയും കൂടെ ചേർന്ന് തന്നെയല്ലേ ഈ കാണുന്ന ബിനാമി കച്ചവടങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയത്? ഇതിലെ ഫോക്കസ്, നമ്മുടെ ഈ വിഷയത്തിലെ ഫോക്കസ് പ്രശാന്തനായതുകൊണ്ടാണ് PP ദിവ്യയിലേക്ക് അധികം നാം പോകാത്തത്. അപ്പോൾ PP ദിവ്യയിലാണ് ഈ കേസ് തുടക്കം മുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രശാന്തനെ ഇതിലേക്ക് അവർ കടത്തുന്നില്ല. പ്രതി ചേർക്കാൻ ഒരു വിധത്തിലും പ്രശാന്തനെ ചോദ്യം ചെയ്യാൻ പോലും ഈ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ വിജിലൻസ് നവീൻ കെ ബാബുവിന് കൈക്കൂലി കൊടുത്തത് മുതൽ പ്രശാന്തനും സംഘവും ദൃശ്യം മോഡൽ ഒരു ഫാബ്രിക്കേറ്റഡ് ക്രിയേറ്റഡ് സ്റ്റോറി എവിടെയൊക്കെ CCTV ഉണ്ടെന്ന് പ്രശാന്തന് കൃത്യമായി അറിയാം. അവിടെയെല്ലാം ഈ മനുഷ്യനെ, ഈ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ ശല്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നാം എല്ലാം കണ്ടതാണ്. ഒരു സ്കൂട്ടറും കൊണ്ട് വളരെ മാന്യനായി നടന്നു പോകുന്ന മനുഷ്യനെ പിറകെ പോയി ഇറിറ്റേറ്റഡായി ശല്യം ചെയ്യുന്ന പ്രശാന്തനെ നാം കണ്ടതാണ്. അതുപോലെ വിജിലൻസിൽ അദ്ദേഹം പരാതി കൊടുത്തു എന്ന് പറയുന്നതും അതും ക്രിയേറ്റഡായി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. ശരിക്കും പരാതിയായി കൊടുത്തിട്ടില്ലായിരുന്നു. ഈ പ്രശാന്തന്റെ ഏതോ ബന്ധു വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നു. ആ വിളിച്ചു പറഞ്ഞ ബന്ധു ആര് എന്ന് നാം തുടക്കം മുതൽ ഈ വിജിലൻസ് അന്വേഷണം പൊളിഞ്ഞത് മുതൽ നാം ചോദിക്കുകയായിരുന്നു. അപ്പോൾ കത്തുകൂടി വ്യാജമാണെന്ന് വിവരാവകാശം വഴി വിവരം പുറത്തു വന്നതിലൂടെ എന്തുകൊണ്ട് ഇനി
പ്രശാന്തനെ ഈ കേസിൽ പ്രതി ചേർത്തുകൂടാ. പ്രശാന്തനെ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? ഏതായാലും വിവരാവകാശം വഴി ആയതുകൊണ്ടാണ് പ്രശാന്തിന്റെ കത്ത് കിട്ടിയില്ല എന്ന് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഈ വാർത്ത, ഈ പ്രശ്നം ഉണ്ടായത് മുതൽ മുഖ്യധാര മാധ്യമങ്ങൾ മുതൽ ഓൺലൈൻ ചാനലുകൾ വരെ ഈ കത്ത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഒരു വേള ഇന്നലെ അത് സർക്കാരിന് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഏതായാലും നവീൻ ബാബുവിന്റെ കൊലപാതകത്തിലേക്ക് എത്തുന്നത് മുതൽ മുഖ്യ ആസൂത്രകൻ പ്രശാന്തൻ കൂടിയല്ലേ? കാര്യം അദ്ദേഹം മരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആത്മഹത്യയാണോ എന്ന് നമുക്കറിയില്ല. അതിനി അന്വേഷണത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കത്തക്ക രീതിയിൽ പി ദിവ്യയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിലും ഈ കണ്ട പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണക്കാരൻ പ്രശാന്തൻ തന്നെയാണ്. എന്തുകൊണ്ട് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല? ഈ കേസ് ഇനി ഹൈക്കോടതിയിൽ ഈ വിധി വരുന്ന അവസരത്തിൽ ഹൈക്കോടതിയുടെ സർക്കാരിനോടുള്ള ചോദ്യത്തിൽ, കാര്യം ഈ രണ്ട് കാര്യങ്ങൾ കൂടെ വന്നു കഴിയുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ വിധവയായ മഞ്ജുഷ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ കാര്യം ഉന്നയിക്കാൻ അവരുടെ കുടുംബത്തിന് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഈ കേസിലെ പുരോഗതിയാണ്. അതായത് ആ കത്തി വ്യാജമാണെന്നും അദ്ദേഹത്തിനെതിരെ കൈക്കൂലി എന്ന ആരോപണം, അതായത് തുടക്കം മുതൽ പറഞ്ഞ് ഈ അടുത്ത കാലം വരെ അവരുടെ സഖാവ്, ഇന്നലെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടന്ന അവിടെ വരെ ഈ പറയുന്ന ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ഒരു കേഡറിന് ഒരു അബദ്ധം പറ്റിയപ്പോൾ പി ദിവ്യയെ പാർട്ടിക്കാർ, പത്തനംതിട്ടക്കാർ കൂടെ നിർത്തിയില്ല എന്ന് പറഞ്ഞു. ഉളുപ്പില്ലേ ഈ ഗോവിന്ദന് ഇത് സംസാരിക്കാൻ? ഉളുപ്പ് വേണം, ഉളുപ്പ്. എന്തിനാ ഈ പറയുന്ന പോലെ കേഡറിനെയൊക്കെ പാർട്ടി അണികൾ ചേർത്ത് നിർത്തണം എന്ന് അവർ തന്നെ തിരിച്ചു ചോദിക്കേണ്ടതല്ലേ? ഏതായാലും ഈ കേസ് ഇനി വരുമ്പോൾ ഈ പറയുന്ന പ്രശാന്തനെ കോടതി ചോദിക്കില്ലേ? കോടതിക്ക് ചോദിക്കേണ്ടി വരും. എന്തുകൊണ്ട് പ്രശാന്തനെ പ്രതി ചേർക്കുന്നില്ല? SIT ഈ കേസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. SIT ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ട തെളിവ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവർ അന്വേഷിക്കുന്നത്? ഒരിക്കലുമല്ല. തെളിവ് നശിപ്പിക്കാനാണ് ഈ SIT എന്ന പോലീസ് സംഘം അന്വേഷണം നടത്തുന്നത്. CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് പോയാൽ ഇന്നലെ നാം കേട്ട നമ്മുടെ ചർച്ചയിൽ, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പെരിയ ഇരട്ട കൊലക്കേസിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രതിപട്ടികയിൽ നിന്ന് 157 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു മുൻ MLA വരെ ഈ കേസിൽ പ്രതിയാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സർക്കാർ CBI അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ഈ കേസിൽ CPM ഭയക്കുന്ന ഏതോ ചില ഉന്നത നേതാക്കൾ ഉണ്ട്. CPMലെ ഏതോ ചില ഉന്നതർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്നത്. അപ്പോൾ 157 പേരെ പെരിയ കേസിൽ ആദ്യം ഈ പറയുന്ന MLA വരെ ഉണ്ടായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവിടുത്തെ പോലീസ് സംഘം അന്വേഷിച്ചു, അതിലൊന്നും MLA ഉണ്ടായിരുന്നില്ല. 157 പേരെ ചോദ്യം ചെയ്യുന്നതാണ്. 24 പേരെ കുറ്റക്കാരെ കണ്ടത്. അതിൽ 9 പേർക്കുള്ള ശിക്ഷ ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നത് അവരാണ് കുറ്റക്കാരെന്ന് പറയുന്നത്. ഇപ്പോഴും ഉളുപ്പില്ലാതെ അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഈ കേസ് CBI അന്വേഷണം എത്രത്തോളം എതിർത്തോ അതുപോലെ നവീൻ ബാബുവിന്റെ കേസിലും അത്രത്തോളം എതിർക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ പറയുന്ന CBI അന്വേഷണം വന്നാൽ അതിൽ നമ്മൾ കാണുന്ന കേരള സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആരാണ് യഥാർത്ഥ കൊലയാളി, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാര്, എന്തായിരുന്നു അതിന്റെ മോട്ടിവേഷൻ, എങ്ങനെയാണ് കൊല നടന്നത്, അല്ലെങ്കിൽ ആത്മഹത്യയാണെങ്കിൽ അതും നമുക്ക് കാണണം, അറിയണം. എവിടെ അദ്ദേഹം എഴുതിയ ആത്മഹത്യക്കുറിപ്പ്, ആ പറയുന്ന പോലെ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മുതൽ പോസ്റ്റ്മോർട്ടം മുതൽ സർവ്വ CCTV ദൃശ്യങ്ങൾ വരെ എല്ലാം നശിപ്പിച്ചിരിക്കുന്ന SIT എന്ന അന്വേഷണ സംഘം. ഏതായാലും രണ്ടിലൊന്ന് ഉറപ്പ്, ഈ പറയുന്ന പോലെ CBI അന്വേഷണം പോയാൽ ഇതിൽ പലതും തെളിയും. ജഡ്ജ് കൗസർ എടപ്പകത്ത് അങ്ങനെ തന്നെ CBI അന്വേഷണം തന്നെ വിധിക്കും എന്ന് നമുക്ക് കരുതാം. ഇല്ല എങ്കിൽ കുടുംബം സുപ്രീം കോടതിയിൽ പോയിട്ടായാലും പെരിയ കേസിൽ ഈ ഒരു വിധി ഇന്നലെ ഉണ്ടായത് അവർക്കൊരു ഊർജം നൽകട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.